പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 10ലെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എന്തു പഠിക്കണം, എന്താവണം, ഇത് ഇന്ന് സമൂഹത്തിനൊരു വെല്ലുവിളിയോ ബാധ്യതയോ ആയി മാറിയിരിക്കുന്ന കാലമാണ്. ഒരു കുട്ടി എന്തു പഠിക്കണം, എന്താവണം എന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? രക്ഷകർത്താവാണോ? അല്ല. അത് തീരുമാനമെടുക്കേണ്ടത് കുട്ടിയാണ്, ആ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ ദിശാബോധം നൽകാൻ അധ്യാപകർക്ക് കഴിയണം, രക്ഷകർത്താക്കൾക്കും കഴിയണം. അവസാന തീരുമാനം എടുക്കേണ്ട വിദ്യാർത്ഥിയാണ്. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി MBBS പോയി, അതുകൊണ്ട് എൻ്റെ കുട്ടിയും MBBS പോയില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് നാണക്കേടല്ലേ? അല്ല, പിറകിലെ വീട്ടിലെ കുട്ടി, ആളുടെ കുട്ടി IITക്കും മറ്റേ വീട്ടിലെ കുട്ടി എയിംസിലും പോയി, പിന്നെ എൻ്റെ കുട്ടി അതിൽ പോയില്ലേ, മോശമല്ലേ? ഇങ്ങനെയൊന്നും ദൈവം ഇത് ചിന്തിക്കരുത്. മനുഷ്യരിൽ പലവിധ ബുദ്ധികൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ പേരിലും എല്ലാ ബുദ്ധിയും ഒരുപോലെയല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിചിതമാണ് യേശുദാസ്. സംഗീത ബുദ്ധി അദ്ദേഹത്തിൽ പരമാവധി കൊടുത്തിരിക്കുക ദൈവം. സ്കൂളിൽ 5 കണക്കിട്ട് കൊടുത്തു നോക്കൂ, കൈവറയ്ക്കും. ഇനി ഞാൻ പഠിപ്പിക്കുന്ന വിഷയം മാറ്റി വെച്ചിട്ട് എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു നോക്കൂ, മുട്ടിടിക്കും ഞാൻ. ഇനി ഞാൻ പാടിയ ജനം കൂവുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്കില്ലുണ്ട്, അതറിഞ്ഞ് വേണം ജോലിക്ക് പോകാൻ. ഈ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ശാന്തമായിട്ട് ബഹളമൊന്നുമില്ലാത്തൊരു മുറിയിൽ പാട്ടൊന്നും വയ്ക്കാതെ കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിലോട്ട് നൂളിയിട്ട് ഇറങ്ങണം. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം സ്കാൻ ചെയ്യണം. എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് കണ്ടെത്തുക. ആ കഴിവ് കണ്ടെത്തി ആ വഴിക്ക് പോയാൽ നിങ്ങൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് വ്യക്തിയാവും. അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ്, ഒന്നുമല്ലാതെ വെളിയിൽ നിൽക്കേണ്ടി വരും. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കി നിങ്ങൾ തീരുമാനിക്കരുത്. കാരണം ആ കുട്ടിക്കൊരു ബുദ്ധി കൂടുതലുണ്ട്, അത് നിങ്ങളിൽ കുറവായിരിക്കും. പക്ഷേ ആ ബുദ്ധി കുറവാണെങ്കിൽ പകരം വേറെ ഏതോ ഒരു ബുദ്ധി നിങ്ങളിൽ കൂടുതലുണ്ട്. അത് കണ്ടെത്തി ആ വഴിക്ക് പോകണം. ആ കാര്യത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ പഠിപ്പിച്ച പ്രൊഫസർ കല്യാണസുന്ദരം എന്ന വ്യക്തിയോടാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്ക് വളരെ മോശമായിരുന്നു. ഞാൻ 100ൽ 48 മാർക്ക് വാങ്ങിച്ചാൽ 10ാം ക്ലാസ് പാസ്സായത് കണക്ക്. അതുകൊണ്ട് പേടിച്ചിട്ട് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ ചെന്ന് ചേർന്നു. പക്ഷേ കല്യാണസുന്ദരം സാറിനെ എനിക്ക് NCC വഴി നേരത്തെ പരിചയമുണ്ടായിരുന്നു. സാറ് ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസറായിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് വെച്ച് ക്യാമ്പിൽ ഞാൻ ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. 4 ദിവസം കോളേജിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കോളേജിലാണ് ഞാൻ ചേർന്നത്, മാർവേനസ് കോളേജ്. എന്നെക്കൊണ്ട് നീ എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹ്യൂമാനിറ്റീസ് ചേർന്നു. ഇല്ല, നീ ഫസ്റ്റ് ഗ്രൂപ്പിലോട്ട് മാറ്. ഞാൻ സാറിനോട് ചോദിച്ചു, ഞാൻ കണക്കുകാരനെ തോറ്റ് പ്രീ-ഡിഗ്രി തോക്കണമെന്നാണോ സാറിന് ആഗ്രഹം എന്ന് ചോദിച്ചു. ഇല്ല, യു ആർ സപ്പോസ് ടു ബി എ ഫിസിക്സ് ടീച്ചർ, നീ ഫിസിക്സ് ടീച്ചറായേ പറ്റൂ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഫസ്റ്റ് ഗ്രൂപ്പിലോട്ട് മാറ്റി. സാർ പറഞ്ഞതുപോലെ ഞാൻ ഫിസിക്സ് ടീച്ചറായി. ഒരു ഭയങ്കര ഫിസിക്സ് ടീച്ചറൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ പ്രൊഫസർ കല്യാണസുന്ദരം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ രക്ഷകർത്താക്കളും കഴിവുകൾ കണ്ടെത്തി നോക്കി വേണം ഉപദേശിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് കുട്ടിയെ സ്കൂളിൽ അയക്കാം. പിന്നെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്, ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, സിവിക്സ്, അല്ലെങ്കിൽ ഇതുപോലെ കോമേഴ്സ് അടങ്ങിയത്, അല്ലെങ്കിൽ ഹിസ്റ്ററി, സോഷ്യോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. പ്രോസ്പെക്ടസ് വാങ്ങി ഈ ഓപ്ഷനെല്ലാം നോക്കി ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നത് എന്ന് തീരുമാനിക്കും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി, ഇപ്പോൾ റിസൾട്ട് വന്ന 10ൽ ഫുൾ A+ ഉണ്ട് കുട്ടിക്ക്. കുട്ടി ഒരു മികച്ച സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും +2 ചേരരുത്. കാരണം ഞാൻ പഠിപ്പിച്ചപ്പോൾ കണ്ടിരുന്നത് ആ കുട്ടി ഏത് ഇലക്ട്രോണിക് സാധനം കേടായത് ഞാൻ കൊടുത്താലും ആ കുട്ടി നന്നായിട്ട് നന്നാക്കി തരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു താൻ ഇത്രയും ഉന്നത മാർക്കാണ്, സ്റ്റാറ്റസ് ഒന്നും നോക്കരുത്, നേരെ പോളിടെക്നിക്കിലാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കുറപ്പാണ് ഈ കുട്ടി പോളിടെക്നിക്കിൽ പോയാൽ ഹി വിൽ ബിക്കം ആൻ ഔട്ട്സ്റ്റാൻഡിങ് ചൈൽഡ്. പ്രാക്ടിക്കൽ നോളജ് നന്നായിട്ട് ഉണ്ട് ആ കുട്ടിയിൽ. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ പോളിടെക്നിക്കിൽ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് ഡിഗ്രിയും എടുക്കാം. ഒരു വർഷം പോലും നഷ്ടമാവില്ല കുട്ടിക്ക്. പോളിടെക്നിക്കിൽ പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ആ കുട്ടി അങ്ങനെ പോട്ടെ. ഇതുപോലെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന പോളിടെക്നിക്കിൽ അയച്ച ചില കുട്ടികൾ ഇന്ന് വളരെ മികച്ച നിലയിൽ കഴിയുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ. ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ സ്കൂൾ പഠിത്തം നിർത്തിയാൽ നീ ആശാരിപ്പണിക്ക് പൊക്കോ. കാരണം സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസിൽ 3 മണിക്കൂറുണ്ട് സുന്ദരമായിട്ട് ഒരു ബെഞ്ച് ഡെസ്ക് ഉണ്ടാക്കി തീർത്തു. എന്ത് സ്കില്ലാണ് ആ കുട്ടി അതിൽ. അപ്പോൾ കുട്ടിയുടെ പാരൻസ് പറഞ്ഞപ്പോൾ ചോദിച്ചു, സാറ് കുട്ടി കണക്കൊക്കെ പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു ഞാൻ കണക്ക് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു പലകയിൽ 5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു ഹോളുണ്ടാക്കി
വേറൊരു പല കഷ്ണം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വേദിക്ക് മുറിച്ചെടുത്ത് അതിനകത്തിട്ടാൽ ആടിക്കൊണ്ടിരിക്കും. ഈ കുട്ടി എടുത്തിട്ടാൽ ടൈറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നെക്കാണ്ട് കണക്ക് പ്രയോഗിക്കാൻ അറിയാമെന്നുള്ള ആ കുട്ടിക്ക്. എനിക്ക് കണക്ക് കൂട്ടാനറിയാം, അവന് കണക്ക് പ്രയോഗിക്കാൻ അറിയാം. അപ്പോൾ അവൻ ആ പണിക്ക് പോട്ടെ. ഇന്നവൻ മിടുക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ സ്റ്റാറ്റസൊക്കെ നോക്കാതെ ഡോക്ടറാവണമെന്ന് ആഗ്രഹമുള്ളൊരു ഡോക്ടറാവാൻ ശ്രമിച്ചോളൂ. എഞ്ചിനീയറിംഗ് പോകാം, എയിംസിൽ പോകാം, IIT-യിൽ പോകാം, AFMC ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ സർക്കാർ ചെലവിൽ നിങ്ങൾ പറയും. പക്ഷേ അത് 10 കഴിഞ്ഞ് 12 കൂടെ കഴിയണം. എന്നിട്ട് നീറ്റ് പരീക്ഷയൊക്കെ എഴുതി പാസ്സായി AFMC-യിൽ പോകാൻ വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്ത് ഗ്രൂപ്പ് എടുക്കുക. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി എടുക്കുക. അങ്ങനെ സൈക്കോളജിയെക്കാട്ടി കൂടുതൽ ഉപദേശിക്കുന്നത് മാത്തമാറ്റിക്സ് ആയിരിക്കും. കാരണം ഫിസിക്സ്, കെമിസ്ട്രി ഹൈസ്കൂളിലെ പോലെ അല്ല +1 +2-ൽ, അത്രയും മാത്തമാറ്റിക്കലാണ്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആയിരിക്കും നല്ലത്. ഇനി സൈക്കോളജിയിലാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജിയുള്ള വേറെ ഗ്രൂപ്പുകളോ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ITIയിൽ പോകാം. 10 കഴിഞ്ഞ് ഫിസിക്സ് മാത്സ് ഉള്ള ഗ്രൂപ്പ് പഠിച്ചിട്ടാണെങ്കിൽ 12 കഴിഞ്ഞിട്ട് NDAയിൽ പോകാം, നാഷണൽ ഡിഫൻസ് അക്കാഡമി. അവിടെ എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂവും കടന്ന് നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ ഓഫീസറായിട്ട് പോകാം. ഇപ്പോൾ പെൺകുട്ടികൾക്കും പോകാം കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് പെൺകുട്ടികൾക്ക് കുറച്ച് സീറ്റ് റിസർവേഷനും ഉണ്ട്. ഇപ്പോൾ വെരി ഹൈ സാലറി, 2 മാസത്തെ ലീവ്, വന്ന് പോകാൻ ഹസ്ബൻഡും വൈഫിനും എയർ ടിക്കറ്റ് ഫ്രീ, താമസിക്കാൻ ക്വാർട്ടേഴ്സ് ഫ്രീ, ആൻഡ് 1 റാങ്ക് 1 പെൻഷൻ. ഇതൊക്കെ നടക്കില്ലവയ്ക്ക് മനോഹരമായ ഡിപ്പാർട്ട്മെൻറ്റാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. പട്ടാളം എന്ന് വിളിച്ച് കളിയാക്കി കളയണ്ട. പട്ടാളത്തുകാരെ അവിടെ തോക്കും പിടിച്ച് ബോർഡറിൽ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വീട്ടിൽ സേഫായിട്ടിരിക്കുന്നത്. അവരവിടെ പട്ടാളത്തുകാരില്ലെങ്കിൽ നമ്മൾ 5 ദിവസം പോലും ജീവിക്കില്ല. റെസ്പെക്ട് ദം, ബഹുമാനിക്കൂ, സ്നേഹിക്കൂ അവരെയും. ഇനി 10 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓഫീസറല്ലാതെ നോൺ കമ്മീഷൻഡ് ഓഫീസർ NCO ആയിട്ട് ആർമി, നേവി, എയർഫോഴ്സിൽ പോകാം. ഇപ്പോഴേ ശമ്പളമൊക്കെ കിട്ടി തുടങ്ങും. അങ്ങനെ റിക്രൂട്ട്മെൻറ്റിന് പോകാം. പിന്നെ 18 വയസ്സായി കഴിഞ്ഞാൽ PSC-യിൽ രജിസ്റ്റർ ചെയ്ത് ലോവർ ഡിവിഷൻ ക്ലർക്കിനൊക്കെ ഇനിയിപ്പോൾ അത് മിക്കവാറും 12 ആക്കി മാറും യോഗ്യത. മാറ്റി കഴിഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ PSC-യിലൊക്കെ ശ്രമിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വിവിധ സാധ്യതകളുണ്ട്. നിങ്ങളിതെല്ലാം ഇത്രയും മെനക്കെടണമെന്നില്ല. നെറ്റിൽ കയറി അടിച്ചു നോക്കുക, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ആഫ്റ്റർ സ്റ്റാൻഡേർഡ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ എന്തുമാത്രം ഓപ്ഷൻ നിങ്ങളുടെ മുമ്പ് വരും. ഇതൊക്കെ നോക്കി വിലയിരുത്തി നിങ്ങളുടെ ഏറ്റവും കൂടിയ കഴിവ് ഇതിലേതോട്ട് മാച്ച് ചെയ്യണം നോക്കി ആ വഴിക്ക് മാത്രം പോവുക. പല ആൾക്കാർ പലത് ഉപദേശിക്കും. ആ ഉപദേശങ്ങൾക്കത്ത് തുള്ളരുത്. അവസാനം പഠനം പാതി വഴിയെ നിന്ന് പോയാൽ ഈ ഉപദേശിച്ച ഒരാളും കാണില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. പലരും വന്ന് പലത് ഉപദേശിക്കും ഒരു കാര്യത്തിൽ. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഈ വെളുപ്പ് നിങ്ങൾക്ക് കാണും. എന്തുമാത്രം ആൾക്കാർ എന്തെല്ലാം മരുന്ന് എനിക്ക് ഉപദേശിച്ച് കഴിഞ്ഞാന്നറിയോ? ഞാൻ കുറിച്ച് വെച്ചത് തന്നെ 500 കൂടുതലുണ്ട്. ഈ 500 മരുന്ന് ഞാൻ കഴിച്ചെങ്കിൽ ഞാൻ എന്നെ മരിച്ചേനെ. വിവിധ ആൾക്കാർ പറയുന്ന എല്ലാ ഉപദേശത്തിനും താളം കൊടുക്കാൻ നിൽക്കേണ്ട. ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് പോലും അത് അതേപടി വേണ്ട. അനലൈസ് ചെയ്ത് നല്ലതാണെങ്കിൽ മാത്രം സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ തള്ളിക്കളയൂ. ഇതുൾപ്പെടെ അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങളുടെ കഴിവ് കണ്ടെത്തി അത് മാച്ച് ചെയ്യുന്ന വഴിക്ക് മാത്രം പോകൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.